എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെടിയെ ഇഷ്ടപ്പെടുന്ന അതുപോലെ കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പുമായിട്ടാണ്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൂച്ചെടികളൊക്കെ വളർത്തുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കീടങ്ങളും കീടബാധയൊക്കെയാണ്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങളെയൊക്കെ ഒഴിവാക്കാനായിട്ട് ഉള്ള ഒരു കീടനാശിനിയാണ്. അതിന് നമുക്കിപ്പോൾ വേണ്ടത് ഇതുപോലത്തെ ഒരു കുടം വെളുത്തുള്ളി വേണം, പിന്നെ 2 പച്ചമുളകും. ഇതെല്ലാവരുടെയും വീട്ടിലുള്ള സംഭവം തന്നെയാണ്. നമുക്ക് അതപ്പോൾ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമൊന്നുമല്ലല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് വെച്ചിട്ട് ഒരു കീടനാശിനി ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഈ വെളുത്തുള്ളീനെ ഓരോരോ അല്ലികളായിട്ട് വിടർത്തിയെടുക്കുക. എന്നിട്ട് നമുക്കത് ഒന്നുകിൽ നമ്മൾ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ഒരു കല്ലില്ലേ അതിൽ വെച്ചിട്ട് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഏതാ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാനിത് രണ്ടും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ലിറ്റർ വെള്ളമാണ് കേട്ടോ. 1 ലിറ്റർ വെള്ളത്തിനാണ് ഞാൻ പറഞ്ഞത് 2 ഒരു ആവറേജ് വലുപ്പമുള്ള പച്ചമുളകും അതുപോലെ 1 കുടം വെളുത്തുള്ളിയും. ആ ഒരു അളവ് നിങ്ങൾ തെറ്റിക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരു 2-3 മണിക്കൂർ അങ്ങനെ തന്നെ അടച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അതിനുശേഷം ഇത് അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചെടുക്കുക. ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല നൈസായിട്ടുള്ള അരിപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും അതൊന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചെടികളെ ആക്രമിക്കുന്ന പലതരം കീടങ്ങൾക്കെതിരെയുള്ള നല്ലൊരു കീടനാശിനിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒരു ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ചെടികൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചെടികളൊക്കെ ഇലയൊക്കെ തിന്ന് നശിപ്പിക്കുന്ന പലതരത്തിലുള്ള കീടങ്ങൾക്കെതിരെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കീടനാശിനിയാണിത്. പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഒരു പകുതി ഉണ്ടാക്കിയിട്ട് കുറച്ച് ചെടികൾക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ചില ചെടികളൊക്കെ ചിലപ്പോൾ വല്ലാതെ സെൻസിറ്റീവ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ബേണിങ്ങോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് മതി. ഒരുമിച്ച് തന്നെ എല്ലാത്തിനും അടിക്കേണ്ട. അപ്പോൾ നമ്മളിത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നൊരു പെസ്റ്റിസൈഡാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല റിസൾട്ട് ഉണ്ടാവും. ഉണ്ടാക്കാനായിട്ടും നല്ല എളുപ്പമായിട്ടുള്ള ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡാണിത്. അപ്പോൾ നമ്മളൊക്കെ ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്നാലും നിങ്ങൾ മിളകൊക്കെ അല്ലേ ആദ്യം കുറച്ച് ചെടികൾക്കൊന്ന് യൂസ് ചെയ്തിട്ട് പിന്നെ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ ഒരു അടുക്കളത്തോട്ടമുള്ള എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.